ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയുടെ ദിവസങ്ങളാണ് ദുബായിൽ കടന്നുപോയത്. ഗൾഫ് ഫുഡിൻ്റെ 31ാമത് എഡിഷൻ. ഇന്ത്യയായിരുന്നു ഇത്തവണ ഗൾഫ് ഫുഡിൻ്റെ ഔദ്യോഗിക കൺട്രി പാർട്ട്ണർ. റെക്കോർഡ് കാഴ്ചക്കാരും പ്രദർശകരുമായി ഇത്തവണയും ഗൾഫ് ഫുഡ് മികച്ചു നിന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ, പിഴവുകൾ ഏതുമില്ലാത്ത സംഘാടനം. ലോകത്തെ ഭക്ഷ്യോൽപ്പന്നങ്ങളെല്ലാം എത്തിയിട്ടും ഒരു പിഴവുമില്ലാതെ ദുബായ് ഭരണകൂടം ഒക്കെ കൈകാര്യം ചെയ്തു. 2 വേദികളിലായിട്ടായിരുന്നു ഇത്തവണ ഗൾഫ് ഫുഡ് മേള. വേൾഡ് ട്രേഡ് സെന്ററിനൊപ്പം ആദ്യമായി ദുബായ് എക്സ്പോ സിറ്റിയും ഗൾഫ് ഫുഡിനൊരുങ്ങി. റെക്കോർഡ് വലിപ്പത്തിൽ പവിലിയനുകൾ തയ്യാറായി. 195 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം, 8500-ലധികം പ്രദർശകർ, 15 കോടി ഭക്ഷ്യപാനീയ ഉത്പന്നങ്ങളാണ് പ്രദർശനത്തിനെത്തിയത്. ഇതിൽ 40% പുതുതായി എത്തുന്നവർ. വമ്പൻ രാജ്യങ്ങൾ മുതൽ കുഞ്ഞന്മാർക്ക് വരെ ഗൾഫ് ഫുഡിൽ ഇടമുണ്ടായി. ദുബായിലേക്ക് ലോകം ചുരുങ്ങിയ ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. ഗൾഫ് ഫുഡിന്റെ ഏറ്റവും പുതിയ എഡിഷന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ളവർ ഗൾഫ് ഫുഡ് വേദികളിലേക്ക് ഇരച്ചെത്തി. ഇത്തവണ 2 വേദികളിലായിട്ടായിരുന്നു ഗൾഫ് ഫുഡ് നടന്നത്. ഞങ്ങളുടെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു ദ പീപ്പിൾ. ആൾക്കാർ നമ്മുടെ അരികത്ത് വരുന്നതിനും നമ്മൾ ആൾക്കാരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കമേഴ്സ് വളരെ വിപുലീകരിപ്പിച്ചു. നിങ്ങൾക്കൊക്കെ നോക്കിയാൽ അറിയാം, ഞങ്ങളുടെ പുതിയ സൈറ്റ്, പുതിയ ആപ്പ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഫുൾ സ്വിങ്ങിൽ പോവുകയാണ്. കാലം മാറുന്നതോടൊപ്പം നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ ബാക്കടിക്കും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും 14-15% ഗ്രോത്ത് ഉണ്ട്. We are thrilled to be at Gulf Food. This is our 15th year participating at Gulf Food. It is the most important event in terms of food exhibitions where buyers and sellers come and meet. So for us, we use this as a forum to showcase our offering and also get new ideas and new inspiration as we look around and see what trends are emerging. One of the highlights this time that we are talking about at Gulf Food is the fact that we've got some recent data that just came out. And we are seeing that Eastern is the #1 Indian spice brand in all households, not only Malayali households, in all households in UAE. Also, our 5-minute breakfast is a big innovation for us. Earlier on, if you're Malayali, you know how long it takes to make puttu. Yeah. Now you can get a puttu solution in 5 minutes, right? You may not believe it, but it is true. And if you have an opportunity to try it out, you'll realize that. So actually you can pretty much say 5 minutes 3 step perfect. ഇന്ത്യയുടെ കയ്യൊപ്പ് ചേർത്താത്ത ഒരു പരിപാടിയും അങ്ങനെ UAE-യിൽ നടന്നു പോകാറില്ല. ഇത്തവണ ഗൾഫ് ഫുഡിന്റെ ഔദ്യോഗിക കൺട്രി പാർട്ട്ണർ ഇന്ത്യയായിരുന്നു. ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളും ഒപ്പം തന്നെ സ്റ്റാർട്ടപ്പുകളും എല്ലാം തന്നെ ഗൾഫ് ഫുഡിന്റെ ഭാഗമായി. ഒപ്പം അപ്പേഡയുടെ നേതൃത്വത്തിൽ വലിയൊരു പവിലിയനും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ചെറുതും വലുതുമായ 161 പ്രദർശകരായിരുന്നു ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നത്. കേരളമടക്കമുള്ള 25 സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം. പ്രമുഖ ബ്രാൻഡുകൾ ഓരോന്നും മേളയ്ക്കെത്തി. ലുലു, ഓക്ല ഇന്ത്യ, RG ഫുഡ്സ്, RKG തുടങ്ങിയ പവിലിയനുകൾ സജീവമായിരുന്നു. വിവിധ രാജ്യങ്ങളുമായി നിരവധി കരാറുകൾ ഒപ്പുവെച്ചു. This year, our focus would be to launch a new edible oil range, which is groundnut, peanut, and coconut oils. And the speciality is that edible oils is becoming a increasing category in GCC, and we want to capture the market share. There's already a lot of brands that are available in the market, but then with RKG, the idea is to bring in the quality that RKG is known in edible oil range. നമ്മൾ 7 വർഷമായി RGയുടെ സ്ട്രോങ് പ്രസൻസ് ഗൾഫ് ഫുഡിലുണ്ട്. നമ്മൾ ഓരോ വർഷം പുതിയ പ്രോഡക്ട്സുമായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. ഓരോ വർഷവും ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ RGക്ക് സ്ട്രോങ് ആയി നിൽക്കാൻ പറ്റിയതിലും ഇങ്ങനൊരു വേദി ദുബായിൽ നമ്മൾക്ക് ഒരുക്കാൻ പറ്റുന്നത്, അതായത് ഇവിടെ ദുബായ് സപ്പോർട്ട്, ദുബായ് ആണല്ലോ ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടാക്കി തരുന്നത്. അതും
വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത പ്രദർശനങ്ങൾക്ക് മേളയിൽ പ്രത്യേക പവിലിയൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അട്ടപ്പാടിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഫേമിൻ്റെ പേര് മില്ലറ്റ് ഫാക്ടറി ആൻഡ് ഫാംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ബ്രാൻഡ് നെയിം വൺലി. ഈ അപ്പിയുടെ ഒരു ഭാരതി ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ചാലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 4,000 സ്റ്റാർട്ടപ്പിനെ വിളിച്ചിട്ട് അതിൽ നിന്ന് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 10 സ്റ്റാർട്ടപ്പിൽ അപ്പിയുടെ ഭാരതി ചാലഞ്ച് ത്രൂ ഗൾഫ് ഫുഡിലേക്ക് അവർ ഒരു ഫ്രീ, അവരുടെ ഇതാണ് എക്സ്പെൻഡിച്ചർ മൊത്തം അവരുടെയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് ഉണ്ട്. ഇത് വന്നിട്ട് കമ്പിന്നാണ്. കമ്പും പിന്നെ നമ്മുടെ പാം ജാഗറിയും. ഈ പ്രോഡക്റ്റ് വിൽ ടേസ്റ്റ് സിമിലർ ലൈക്ക് ഹോർലിക്സ്. ഇതിനകത്ത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ലോ GI ആണ്, പ്രിസർവേറ്റീവ് അഡിറ്റീവ്സ് ഒന്നുമില്ല. പിള്ളേർക്കൊക്കെ ഒരു സെർവിൽ ദേ വിൽ ഗെറ്റ് 3 grams of protein. We have developed innovative and cost-effective solution to enhance the shelf life of fruits and vegetables. We are having developed 2 type of products here we are displaying now. One is the Fruvi Fish Sachet. This is the sachet which comes in a secondary package. Just you have to open the package and keep this sachet in the fruits container and close the sachet and close the container, and this will increase the double the shelf life of fruits and also vegetables. We have conducted these trials on 45 different type of fruits and vegetables. ആദ്യമായി എത്തുന്നവർക്കും സ്ഥിര സന്ദർശകർക്കും ഒരുപോലെ ആസ്വദിക്കാനാകുന്നതായിരുന്നു ഇത്തവണത്തെയും ഗൾഫ് ഫുഡ്. The Gulf Food is the biggest exhibition in the world, and there is a lot of exhibitors from all of the world and very good quality of products, so you can find everything what you need. Honestly speaking, I'm walking around. I'm specializing in apples, so but I want to explore other stuff like meat, like beautiful water which you have here. It's wonderful, and I'm really enjoying the place. കോടികളുടെ വ്യാപാര കരാറുകളാണ് 5 ദിവസം നീണ്ടുനിന്ന ഗൾഫ് ഫുഡിലുണ്ടായത്. വൻകിട കമ്പനികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും തങ്ങളുടെ പ്ലാനുകൾക്കനുസരിച്ചുള്ള കരാറുകൾക്ക് കൈകൊടുക്കാനായി 10 ബില്യൺ ദിർഹമാണ് ഗൾഫ് ഫുഡിനായി ചെലവഴിച്ചതെന്ന് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം വ്യക്തമാക്കി. ഭക്ഷ്യ വ്യവസായ രംഗത്ത് ലോകരാജ്യങ്ങളെ കൂട്ടിയിണക്കുന്നതിൽ ദുബായ് നിർണായക പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.